മുണ്ടക്കയിലുണ്ടായ വലിയ ദുരന്തം അത് ആ നാടിൻ്റെ ആകൃതിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അതൊരു നാട് എന്ന രീതിയിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നു. ഇപ്പോഴും ഭീഷണിയായി നിൽക്കുന്ന ഒരുപാട് മേഖലകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒപ്പം മാധ്യമപ്രവർത്തനത്തിന് പോലും അവിടെ വലിയ തടസ്സം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നതും ശരിയാണ്. അങ്ങേയറ്റം ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഏത് നിമിഷവും അപകടത്തിൽപ്പെടാം. ഇടിയാൻ സാധ്യതയുള്ള മൺകൂനകളും ചതുപ്പ് പ്രദേശവും പാതി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും ഉയർത്തുന്ന ഭീഷണിയും ചെറുതല്ല. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ഇന്ന് രാവിലെ തത്സമയ റിപ്പോർട്ടിങ്ങിനിടെയാണ് ദീപകിനൊരു അപകടം സംഭവിച്ചത്. അത് നമ്മൾ കാണുകയും ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളം ദുഷ്കരമാണ് ആ മേഖലയിലെ രക്ഷാപ്രവർത്തനമൊക്കെ? മാധ്യമപ്രവർത്തകരും നേരിടുന്ന ഭീഷണി ചെറുതല്ല. പ്രജിൻ, ഗുഡ് ഈവനിങ് എന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഗുഡ് ഈവനിങ്ങും ഗുഡ് മോർണിംഗും ഒന്നുമല്ല വയനാട്ടിലെ റിപ്പോർട്ടിങ്ങിൽ ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. കാരണം ദുസ്സഹമായ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ 4 മൃതദേഹങ്ങളാണ് കണ്ടെടുക്കാനായത്. അത് വയനാട്ടിൽ നിന്നും 1, മലപ്പുറം ജില്ലയിൽ നിന്നും 3 മൃതദേഹങ്ങളുമായി 4 മൃതദേഹങ്ങൾ. വയനാട്ടിലെ മൃതദേഹം കണ്ടെത്തുന്നത് ചൂരൽമലയിൽ വെച്ചാണ്. ഞാനവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൃതദേഹം കണ്ടെത്തുന്നത്. അതായത് ഇന്നലത്തെ കണക്കുകൾ ഇന്ന് 6 സോണുകളായി തിരിച്ച് വളരെ ശാസ്ത്രീയമായി NDRFും ആർമിയും കേരള പോലീസും അതുപോലെ തന്നെ SOGയും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും മൃതദേഹങ്ങൾ കൂടുതൽ കണ്ടെടുക്കാൻ പറ്റിയില്ല എന്നത് നിരാശാജനകം തന്നെയാണ്. പക്ഷേ എന്നാൽ നിരവധി മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് തീർച്ചയുമാണ്. കാരണം അത്രമേൽ മിസ്സിംഗ് കേസുകളുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിതല സമിതിയുടെ വാർത്താ സമ്മേളനത്തിലും തിരച്ചിൽ തുടരും, രക്ഷാപ്രവർത്തനം തുടരും എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചത്. കാരണം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ശാസ്ത്രീയമായ രീതിയിൽ തന്നെ തെരച്ചിൽ പുരോഗമിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും അതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നത്, ഈ രക്ഷാപ്രവർത്തകർക്കും ക്യാമ്പിലുള്ളവർക്കും ഭക്ഷണം നൽകുന്നതിൻ്റെ പേരിൽ ചില പണം പിരിവ് നടക്കുന്നതായി സർക്കാരിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായി ഈ ഭക്ഷണം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. മറ്റാരും തന്നെ ഭക്ഷണം കൊണ്ടുവരേണ്ടതില്ല എന്ന കർശന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ പോലീസ് അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യും. കാരണം രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ ക്യാമ്പിലുള്ള അന്തേവാസികൾക്കും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്കും നല്ല ഭക്ഷണം കൃത്യസമയത്ത് നൽകാൻ വേണ്ടിയുള്ള സംവിധാനം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ അത് തടയപ്പെടണം എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്യാമ്പിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കണം, അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം, സ്വകാര്യത, ഇത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ആദ്യ ദിനത്തിൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, സ്വകാര്യതയെ മാനിക്കണം, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ഉള്ളതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ക്യാമ്പിലേക്ക് അനധികൃതമായി അല്ലെങ്കിൽ അനാവശ്യമായി കയറുന്നത് കർശനമായി നിയന്ത്രിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന് വ്യക്തിപരമായ അനുഭവമാണ്. നമ്മൾ നേരത്തെയൊക്കെ തന്നെ ഈ NDRFിൻ്റെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ADGP ഒക്കെ ഈ ടെറൈൻ വളരെ ടഫാണ്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ നമ്മൾ അത്രയും ഗൗരവത്തിലെടുത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ലൈവിന് വേണ്ടി ഒരു നല്ല ഫ്രെയിം നോക്കി ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നത്. അരയോളം താഴോട്ടേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് രക്ഷാപ്രവർത്തകർ, ആർമിയുടെ ഒരു കമാൻഡോ ആണ് വന്ന് ആദ്യം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹവും താഴോട്ടേക്ക് പോകുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിയാണ് എന്നെ പൊക്കിയെടുക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നീട് റിപ്പോർട്ടിങ്ങിലേക്ക് പോകുന്നു. മറ്റ് വാർത്തകളുടെ സജീവമായതിൽ പിന്നെ നമ്മൾ അതങ്ങ് മറന്നു. അപ്പോഴാണ് മനസ്സിലായത് അതൊരു കിണറായിരുന്നു എന്നുള്ള വിവരം വരുന്നത്. ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വിവരമാണത്. ആ കിണർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു എന്ന വിവരം പിന്നീട് ചില ഉദ്യോഗസ്ഥരും മറ്റും അറിയിക്കുകയുണ്ടായി. ഏതായാലും ഈ രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും കനത്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. NDRFിൻ്റെ IG, ഓപ്പറേഷൻ IG പറഞ്ഞ പോലെ ഒരു ടഫസ്റ്റ് ടെറൈനിലാണ് നമ്മളുള്ളത് എന്ന ബോധ്യത്തോടു കൂടി വേണം കാര്യങ്ങൾ നീക്കാൻ എന്നുള്ളതാണ് ഈ വേളയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രജിൻ, ശരി. എന്തായാലും ഒരു വലിയ അപകടമായിരുന്നു അല്ലേ? അത് മാറുമായിരുന്നു. കാരണം ഒരു കിണറിനാണ്. ആ കിണറിൽ ഈ പറയുന്ന പോലെ മണ്ണും ചെളിയൊക്കെ വന്ന് അടിഞ്ഞു കൂടുകയായിരുന്നു. അത് അറിയാതെയാണ് ആ ഭാഗത്തേക്ക്. അതെ, ഈ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ എന്താണ് എന്നൊക്കെയുള്ളതൊന്നും പ്രത്യേകിച്ച് ആ സ്ഥലവുമായി ബന്ധമില്ലാത്തവർക്ക് ഒട്ടും പറ്റില്ല. അവിടെ അറിയാവുന്നവർക്ക് പോലും ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പരിചയമില്ലാത്ത ആളുകൾ ചെന്നാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ് എന്നതിൻ്റെ ഒരു തത്സമയ കാഴ്ചയാണ് ഇന്ന് നമ്മൾ രാവിലെ കണ്ടത് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ദീപക് പറഞ്ഞ പോലെ ആ മേഖല ഒന്നാകെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മേഖല ഒന്നാകെ മാറിപ്പോയിട്ടുണ്ട്. കാരണം അതൊരു സജീവമായി നിന്നൊരു ടൗണാണ്. ഈ പറയുന്ന ചൂരൽമലയും നമ്മുടെ മുണ്ടക്കയിലൊക്കെയുള്ള സാധാരണ അങ്ങാടികളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. ഇന്നിപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, അവിടെ ഈ ഇരുവഴിഞ്ഞിപ്പുഴ 2 വഴിയായി മാറി ഒഴുകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. പക്ഷേ ഇന്നത് നിയന്ത്രിച്ച് അത് ഒറ്റ ലൈനിലോട്ട് മാറ്റാൻ നമ്മുടെ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് പല രീതിയിലുള്ള ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് നാളെയുമൊക്കെ ദൗത്യസംഘത്തിനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലയിടങ്ങളിലായി ഒഴുകിപ്പോകുന്ന പുഴയെ ഒരൊറ്റ ഗതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരിക അതും ദുഷ്കരമായ ഒരു ടാസ്ക്കാണ്. എന്നാൽ അത് അധികൃതർ നടത്തിയിട്ടുണ്ട്.